ഈ വിഷുവിൻ്റെ ശുഭദിനത്തിൽ നമ്മൾ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായിട്ട് PUMC പിരമിഡ് ഉല്ലാസം മെഡിറ്റേഷൻ ചാനൽ പുനരാരംഭിക്കുകയാണ്. പുതിയ വെളിച്ചത്തിലേക്ക് ധ്യാനത്തിലൂടെ നല്ലൊരു മാർഗത്തിലൂടെ സഞ്ചരിച്ച് അകത്തുള്ള പുതിയ തലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഉദ്യമം പുനരാരംഭിക്കുകയാണ്. അതിന് ഈ വിശേഷപ്പെട്ട ദിവസം തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾക്ക് റെക്കോർഡിങ്ങിനായിട്ടുള്ള എഡിറ്റിങ്ങിനായിട്ടുള്ള സിസ്റ്റം ഇല്ല എന്നുള്ള കാരണത്താൽ കുറച്ച് ദിവസമായി മുടങ്ങിക്കിടന്നിരുന്ന ഈ ചാനൽ അതേ സൃഷ്ടിയോട് തന്നെ, അതേ ദൈവത്തോട് തന്നെ ആവശ്യപ്പെട്ട സിസ്റ്റം എനിക്ക് നൽകുകയും ഈ ശുഭദിനത്തിൽ നമ്മൾ ആ ചാനൽ പുനരാരംഭിക്കുകയും ചെയ്യുകയാണ്. ചോദിപ്പിൻ നൽകപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും. ബൈബിൾ വചനങ്ങളാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ ഈ ചാനലിൻ്റെ പുനഃസംരക്ഷണം ആരംഭിക്കുന്നത്. ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് എനിക്ക് ഈ ഒരു സിസ്റ്റം നൽകപ്പെട്ടത്. അതിൻ്റെ അർത്ഥം തന്നെ വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി, നമ്മളുടെ വാസ്തവികത നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു എന്നാണ് ബ്രഹ്മർഷി പത്രി സർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതത് കാലത്തിലുണ്ടായിട്ടുള്ള അതത് ഭാവങ്ങൾ അതത് തലത്തിൽ നമ്മൾക്ക് അനുഭവത്തിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോരുത്തരും വരുന്ന സമയത്ത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് നീങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ അർത്ഥതലങ്ങൾ പഴയ പാഠങ്ങൾ പഠിപ്പിച്ച് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തലത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് എങ്ങനെ അതിനെ അനുഭവത്തിൽ കൊണ്ടുവരാം. നമ്മൾക്ക് നോളജ് അല്ലെങ്കിൽ അറിവുണ്ടായിരിക്കാം, പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അനുഭവങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിസ്ഡം എന്നുള്ള തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിന്ത എന്നുള്ള തലത്തിലേക്ക് നമ്മൾക്ക് നീങ്ങാൻ കഴിയില്ല എന്നുള്ളത് തന്നെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യത്തെ അനുഭവത്തിൽ കൊണ്ടുവരികയും അവനവൻ്റെ അനുഭവത്തിൽ വന്നതിന് ശേഷം ആ കാര്യം യെസ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്, അത് ഈ പ്രപഞ്ചത്തിൽ ഉള്ളതാണ് എന്ന് സ്വയമേ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂതലത്തിൽ, ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ പഞ്ചഭൂത ശരീരം നമ്മൾ ഇവിടെ വിട്ടിട്ട് നമ്മൾ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ദർ ഈസ് സം എനർജി, ഒരു ഊർജം നമ്മളുടെ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഊർജം എന്താണ് എന്നുള്ളതും ആ ഊർജം ബോധതലമാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ് ധ്യാനം എന്നുള്ളത്. അതിനോട് ഒപ്പം തന്നെ അനുബന്ധമായി തന്നെ പോകേണ്ട കാര്യങ്ങളാണ് ജ്ഞാനം. ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് ജ്ഞാനം ലഭിക്കുന്നുവോ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഊർജം എന്നുള്ളത് ധ്യാനത്തിലൂടെ, ശാന്തമായ മനസ്സിലൂടെ, വിസ്താരമായ തെളിച്ചമുള്ള ചിന്തയിലൂടെ കഴിയും എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതം ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ആധ്യാത്മിക ലോകത്തിൽ വെച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂതലത്തിൽ വന്നിട്ട് ഒരുപാട് അനുഭവ പാഠങ്ങൾ
പഠിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട്, നമ്മളുടെ വിജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, ആ ഒരു വിസ്ഡം നേടിക്കൊണ്ട് മുന്നിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോ ആത്മാവിൻ്റെയും ജീവിത ഉദ്ദേശം എന്നുള്ളത്. ഭൂതലത്തിൽ വന്ന് നമ്മൾ ജീവിച്ചു, മരണപ്പെട്ടു. നമ്മുടെ ആത്മാവ് ആസ്ട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നു. നമ്മൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ വന്നത് എന്തിനാണ് എന്ന് പോലും അറിയാതെ നമ്മളുടെ സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങൾ, അതായത് നമ്മളുടെ ചുറ്റുപാടുകളെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്ന സമയത്ത് ഈ സിറ്റുവേഷൻസ് എല്ലാം എനിക്ക് ഫേവറബിളാണ്, എൻ്റെ പർപ്പസ് എന്നുള്ളത് ഈ ഭൂതലത്തിൽ വന്ന് ആത്മാവിൻ്റെ ഉദ്ധാനത്തിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനം നേടിക്കൊണ്ട്, അനുഭവം നേടിക്കൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, എന്നുള്ള തെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നതും ധ്യാനം ഇരുന്നു കൊണ്ട് അനുഭവത്തിലേക്ക് പോകുന്നതും. ഓരോ തലത്തിലും അനുഭവം നേടിക്കൊണ്ട് നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ പഴയ അനുഭവങ്ങൾ പുറകിൽ വിടുക ചെയ്യുക. നമ്മൾക്കത് ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മളത് പുറകിൽ വിടുന്നത്. നമ്മളുടെ യാത്ര മുന്നോട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഓരോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചുറ്റുപാടുകളിലൂടെയാണെങ്കിൽ അതിനെ മാറ്റിമറിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള ശക്തി നമ്മൾക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. ആദ്യമായിട്ട് നമ്മൾക്ക് എന്താണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ കാര്യത്തിൽ തന്നെ ധ്യാനം ചെയ്യുക. ഇപ്പം എനിക്ക് സന്തോഷമാണ് വേണ്ടത്, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദുഃഖമാണെന്നിരിക്കട്ടെ, നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ. നമ്മൾക്ക് അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? ദുഃഖമാണ്? ഒരിക്കലുമല്ല, സന്തോഷം ആണ് നമ്മൾക്ക് വേണ്ടത്. എന്താണ് സന്തോഷം? നമ്മൾക്കറിയില്ല. ആ സന്തോഷം എന്നുള്ള വാക്ക് മാത്രമാണ് നമ്മൾക്ക് അറിയുന്നതെന്നെങ്കിൽ സന്തോഷം എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അനുഭവം എന്താണ് എന്നുള്ളതിലേക്കുള്ള, അതിൻ്റെ ഉറവിടം എന്താണ് എന്നുള്ളതിലേക്ക് ധ്യാനം ചെയ്യുക. എപ്പോഴും ശുഭചിന്തയോട് കൂടിയിട്ട് ധ്യാനം ചെയ്തുകൊണ്ടേയിരിക്കുക. 2 തലങ്ങൾ ഉണ്ട്. ഒന്ന് നമ്മളുടെ ശുഭചിന്തയുടെ തലം, മറിച്ചുള്ളത് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു തലം. അത് ഞാൻ ശബ്ദം പോലും ഉപയോഗിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് സന്തോഷം എന്നുള്ള തലം മാത്രം പ്രയോഗിക്കുന്നത്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ആ തലം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണം എന്നുള്ളതാണ് ആത്മാനാത്മനിധാനം എന്നുള്ള തത്വത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്താണോ നോക്കിക്കാണാൻ അല്ലെങ്കിൽ വീക്ഷിക്കുന്നത് നമ്മൾക്കത് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണോ കാണേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകുക എന്നുള്ളത്. വിജയം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തെക്കുറിച്ച് മാത്രമേ സ്വപ്നം കാണാവൂ, ആഗ്രഹിക്കാവൂ, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാവൂ. മറിച്ച് ഉള്ള അല്ലെങ്കിൽ മറുത്തുള്ള കാര്യം നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണ്, പാടെ ഒഴിവാക്കുക. സന്തോഷം ആണ് കണ്ടെത്തേണ്ടത്, സൗഹൃദം ആണ് കണ്ടെത്തേണ്ടത്. എന്താണോ നമ്മൾക്ക് ആവശ്യം എന്നുള്ളത്, സമ്പദ് സമൃദ്ധിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കുക. അതിനെ പ്രാവർത്തികമാക്കുന്നതിനുള്ള മാർഗം ആണ് ധ്യാനം എന്നുള്ളത്. നമ്മൾ കുറച്ചു നേരം ചെയ്യും, എന്നിട്ട് നമ്മൾ ഇതിനകത്തുള്ള റിസൾട്ട് അല്ലെങ്കിൽ എന്താ പറയുക, റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം നമ്മൾക്ക് കിട്ടുന്നില്ല എന്ന് പറയും. അതിനതിൻ്റേതായ സമയം വേണം എന്നുള്ളത്
ഉൾക്കൊള്ളാനും പഠിക്കണം നമ്മൾ. അറ്റ്ലീസ്റ്റ് ഒരു ചായ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10 നിമിഷമെങ്കിലും ചിലവാക്കേണ്ടി വരും. ആ 10 മിനിറ്റ് എന്നുള്ളത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് പ്രിപ്പയർ എടുക്കാൻ പറ്റുള്ളൂ. അത് നല്ല ചായ ഉണ്ടാക്കാം, ചിലപ്പോൾ കടുപ്പം കൂടിയ ചായ ഉണ്ടാക്കാം, മധുരം കുറവായി ഉണ്ടാക്കാം. അത് ഔട്ട്പുട്ടാണ്. ഒരു മാസ്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി അതിനെക്കുറിച്ച് അതിഗഹനമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയായ അളവിൽ വെള്ളം, പാല്, ചായപ്പൊടി എന്നുള്ളത് എടുത്തതിന് ശേഷം അതിന് ഏത് കൺസിസ്റ്റൻസി ആണോ അല്ലെങ്കിൽ അതിൻ്റെ തലത്തിൽ എത്രത്തോളം എന്താണോ ഇടേണ്ടത് എന്നുള്ളത് ആ വ്യക്തി അത് മനസ്സിലാക്കിക്കൊണ്ട് അളവിൽ മാത്രം ഇട്ടുകൊണ്ടായിരിക്കും എപ്പോഴും അത് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്ന പ്രവൃത്തി മുതൽ അത് എടുക്കുന്ന അളവ് വരെ, അളവിൽ നിന്ന് തുടങ്ങി അതുണ്ടാക്കുന്ന പ്രവൃത്തിയിലേക്ക് അദ്ദേഹം ഇൻവോൾവ് ആവുകയും അല്ലെങ്കിൽ കലർന്നിരിക്കുകയും അതിൻ്റേതായ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അദ്ദേഹം നുകരാൻ പോകുന്ന ആ ചായയുടെ രുചി എന്നുള്ളത് അത്യധികം സന്തോഷം തരുന്നതായിരിക്കും. ചായ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു, സാധനങ്ങൾ എടുക്കുന്നു, ഇഷ്ടമില്ലാത്ത തലത്തിൽ വെച്ചുകൊണ്ട് അതിൻ്റെ അളവ് പോലും ആലോചിക്കാതെ വെറുതെ ഇടുന്നു. വളരെ ലളിതമായിട്ട് പറയുകയാണ്, ശരിയല്ലാത്ത, നന്നല്ലാത്ത, ഒരു ഇഷ്ടമില്ലാത്ത, രുചിയില്ലാത്ത ഒരു ചായ ആയിരിക്കണം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ആൻഡ് എവ്രിതിങ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പരിപൂർണമായിട്ട് സമർപ്പണ ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അർപ്പണബോധത്തോടു കൂടിയിട്ട് ആ പ്രവൃത്തി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്നുള്ളതും അത്യധികം ആനന്ദം തരുന്ന ഉത്തമമായതായിരിക്കും. അപ്പോൾ എല്ലാറ്റിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ആ സമയത്തിൽ തുടങ്ങുന്നുണ്ടെങ്കിലും അവസാനിപ്പിക്കുന്നതിനുള്ള ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ കാത്തിരുന്ന് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്നുള്ളത് അതിവിശിഷ്ടമായിരിക്കും. ഇപ്പം ഈ ഒരു ചാനൽ റീലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം എനിക്ക് 1 വർഷത്തോളം 1.5 വർഷത്തോളം തന്നെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കറിയാം ഞാനിത് ചെയ്യും എന്നുള്ളത്. കാരണം പൂർണ്ണമായ വിശ്വാസം എനിക്ക് സൃഷ്ടിയോടുണ്ട്. കാരണം ഞാൻ ആണ് ഈ ചാനൽ സൃഷ്ടിച്ചത്. അതിനുള്ള അവസരങ്ങളെല്ലാം എനിക്ക് പ്രപഞ്ചം സൃഷ്ടി ഒരുക്കി തരിക ചെയ്തു. അപ്പം എനിക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് മാത്രം ഈ ഒരു സിസ്റ്റം കുറച്ച് കാലത്തേക്ക് ഡൗൺ ആവുകയും, പക്ഷെ എനിക്ക് അതിൻ്റെ അത്യധികം ആനന്ദം തരുന്ന ഈ പ്രവൃത്തി അല്ലെങ്കിൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഈ പ്രവൃത്തി ചെയ്യേണ്ടുന്ന സമയം വരുന്ന സമയത്ത് ആ ഒഴുക്കിൽ ഞാൻ പെടും എന്നുള്ളതും എനിക്കറിയാമായിരുന്നു, എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ ഇന്ന് പുനരാരംഭിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് ജ്ഞാനം നേടിക്കൊണ്ട് ധ്യാനത്തിലൂടെ മുക്തിമാർഗത്തിലേക്ക് നമ്മൾക്ക് നീങ്ങാം. ജ്ഞാനം, അറിവ് ഇല്ലാതെ ധ്യാനം മാത്രം ചെയ്തുകൊണ്ട് നമ്മൾക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ജ്ഞാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവജ്ഞാനം മാത്രമല്ല, പുസ്തകജ്ഞാനം അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള അറിവുകൾ കൂടെ നമ്മളിതിൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോർത്തിണക്കി ചേർത്ത് വെച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പല സെഷൻസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് പ്രാവർത്തികമാക്കി വരുന്ന സമയത്ത് ക്ഷമയോട് കൂടിയിട്ട് ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരുപാട് ആത്മാക്കളെ ലിബറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടു ലിബറേറ്റ് എവറി സോൾസ്, അവരെ നമ്മൾ സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും നമ്മൾ
കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കോർത്തിണക്കിക്കൊണ്ട് അനാവശ്യമായ നമ്മളുടെ ചിന്തകൾ കൊണ്ട് മാത്രം നമ്മളത് കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ്. ഇതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട്, ഇതിലൊരു വ്യക്തത കൊണ്ടുവന്നുകൊണ്ട്, ഓരോ നൂല് ഇഴകളും എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ കൂടിക്കിടക്കുന്നതിൽ നിന്ന് സ്വയം മുക്തി നേടുക, അല്ലെങ്കിൽ മോക്ഷം നേടുക എന്നുള്ള പദം പോലും നമ്മൾക്കതിനകത്ത് ഉപയോഗിക്കാം. തെളിച്ചം വരുന്നതോടുകൂടിയിട്ട് ഇപ്പം ഈ 10 വിരലുകൾ ഞാൻ കാണിക്കുന്നത് 10 നൂലുകളാണെന്ന് വിചാരിക്കുക. ഈ നൂലുകൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു നല്ല ഒരു തുണി അല്ലെങ്കിൽ ആട അതിന് നൽകാൻ പറ്റും. പക്ഷെ അത് ശരിയായ പ്രൊപ്പോർഷനിൽ വന്നാൽ മാത്രമേ നല്ലൊരു ഈ ഇഴകളിൽ കൊണ്ട് നമ്മൾക്ക് ഉപകാരം. ഇതിങ്ങനെ കെട്ടുപിടഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്നും തന്നെ ഇതുകൊണ്ട് ഉപകാരമുണ്ടാവില്ല. അതുകൊണ്ട് ഈ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന നമ്മളുടെ ചിന്തയിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥ ധ്യാനത്തിലൂടെ ആനാപാനസതി എന്ന് പത്രിസ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ധ്യാന മാർഗത്തിലൂടെ നമ്മൾക്ക് പതിയെ 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 ഈ കെട്ടുകൾ അഴിച്ചുകൊണ്ട് സ്വാതന്ത്ര്യരായിക്കൊണ്ട് ഓരോ നൂലിഴയും നമ്മൾക്ക് എന്താണ് അനുഭവം തരാനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂതലത്തിൽ നമ്മളുടെ ജന്മം എടുത്തതിൻ്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഈ ഭൂതലത്തിൽ നിന്ന് പൂർണ്ണമായി ജീവിച്ചതിന് ശേഷം നമ്മൾ മടങ്ങുന്ന സമയത്ത്, ഈ ശരീരം എന്നുള്ളത് ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ മടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തിനാണോ ഈ ഭൂതലത്തിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പരിപൂർണമായ ആവശ്യം നിറവേറ്റിക്കൊണ്ടുവേണം നമ്മൾ തിരിച്ചു ചെല്ലുന്നതിന് വേണ്ടിയിട്ട്. അതിനുള്ള ഉദ്യമം ഈ വിഷുദിനത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധി നിറഞ്ഞ, ആനന്ദം നിറഞ്ഞ വിഷു ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്നു മുതൽ ധ്യാനം, ജ്ഞാനം, അനുഭവം, പുതുതലത്തിലേക്കുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും യാത്ര ആരംഭിക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ.